റൂട്ട് ഓഫ് 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ ഈക്വൽ ടു വാട്ട്? റൂട്ട് ഓഫ് 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ, ഇതാണ് നമുക്ക് കാണേണ്ടത്. റൂട്ടിനകത്ത് ഇത് ഏത് ഫോമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 221, ബിയുടെ സ്ഥാനത്ത് 220. അപ്പൊ ഇതിനെ എനിക്ക് എ പ്ലസ് ബി, അതായത് 221 പ്ലസ് 220 ഇൻറ്റു എ മൈനസ് ബി, 221 മൈനസ് 220 റൂട്ടിനകത്ത് ഇങ്ങനെയൊക്കെ എഴുതാം. ദാറ്റ് ഈസ് 221 പ്ലസ് 220 എന്ന് പറയുന്നത് 441 ഇൻറ്റു 221 ഇൻറ്റു 220 എന്ന് പറയുമ്പോൾ 1 റൂട്ടിനകത്ത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 441. 441ന്റെ റൂട്ട് എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 21. അടുത്ത ചോദ്യം, 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു 1 മൈനസ് 1/5 ഈക്വൽ ടു വാട്ട്? 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു 1 മൈനസ് 1/5 ഈക്വൽ ടു വാട്ട്? 1 മൈനസ് 1/2, 1 1/2 പോയി കഴിഞ്ഞാൽ 1/2 ആണ്. ഇൻറ്റു 1 മൈനസ് 1/3, 1 ഇൻറ്റു 3 3, 3 മൈനസ് 1 2, അപ്പൊ ഇവിടെ 2/3 ആണ് വരിക. ഇൻറ്റു 1 ഇൻറ്റു 4 4, 4 മൈനസ് 1 3, 3/4 ആണ് ഇവിടെ വരിക, 3/4 ഇൻറ്റു ഇവിടെ 1 ഇൻറ്റു 5 5, 5 മൈനസ് 1 4, 4/5 ആണ് വരിക, 4/5. ദാറ്റ് ഈസ് ഈ രണ്ടും ക്യാൻസൽ ചെയ്യും, ഈ 3 ക്യാൻസൽ ചെയ്യും, ഈ 4 ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ? ന്യൂമറേറ്ററിൽ 1 ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ 5 ഉണ്ടാവും. ഇതിന്റെ ആൻസർ 1/5. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 20%ന്റെ 30% 12 ആണ് എങ്കിൽ സംഖ്യ ഏത്? എന്താണ് പറഞ്ഞത്? ഒരു സംഖ്യ ഞാൻ എക്സ് ആക്കി എടുത്തു. എക്സിന്റെ 20%, എക്സിന്റെ 20% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 20/100, 20%ത്തിന്റെ 30%, അതായത് ഇതിന്റെ 30%. അപ്പോ 30/100 ഇത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ 0 കട്ട് ചെയ്യും, ഈ 0 വെട്ടും. അപ്പോ എക്സ് ഇൻറ്റു 2 ഇൻറ്റു 3 6 ബൈ 10 ഇൻറ്റു 10 100 ഈക്വൽ ടു 12. അടുത്ത സ്റ്റെപ്പിൽ 6/100 അങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് ഈക്വൽ ടു ഇവിടെ 12 ഉണ്ട്, 100/6 വരും. 6ന് 12 എത്ര ഉണ്ട്? 2. ഇപ്പൊ 2 ഇൻറ്റു 100 200. എക്സിന്റെ വില 200 ആണ്, സംഖ്യ 200 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു വാച്ച് 15% ലാഭത്തിന് വിറ്റു. അത് 600 രൂപക്കാണ് വിറ്റിരുന്നത് എങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്ത് വിലക്കാണ് വിറ്റത്? ഒരു വാച്ച് വിറ്റത് 15% ലാഭത്തിലാണ്. 15% ലാഭത്തിൽ വിറ്റു. അത് എത്ര രൂപക്കാണ് നമുക്ക് മനസ്സിലായില്ല. വിറ്റ വില എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, 600 രൂപക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. അപ്പോ 600 രൂപ എന്ന് പറയുന്നത് 50% ലാഭമാണ്. 600 രൂപ 50% ലാഭമാണ് എങ്കിൽ ഈ 600 എന്ന് പറയുന്നത് വാച്ചിന്റെ ഒറിജിനൽ വിലയുടെ എത്ര ശതമാനമാണ്? 150%. കാരണം 100% വാച്ചിന്റെ വില, 50% ലാഭമാണ്. അപ്പോ ഈ 600 എന്ന് പറയുന്നത് 150%. ഓക്കെ, ഇവിടെ നമുക്ക് കാണേണ്ടത് 15% ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപക്ക് വിൽക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് മീൻസ് വാച്ചിന്റെ വില 100%. 100%ത്തിന്റെ കൂടെ 15% കൂടി കൂട്ടിയാൽ
നമുക്ക് 115% കിട്ടും. എത്ര? 115%. അപ്പൊ നമുക്ക് വാച്ചിന്റെ 115%മാണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് 600 രൂപ എന്ന് പറയുന്നത് വാച്ചിന്റെ 150%ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 115% നമുക്ക് കാണാലോ. നോക്കൂ, 600 രൂപ 150%ആണെങ്കിൽ 1% എത്ര? 1% എന്ന് പറയുന്നത് 600/150 ആണ്. അപ്പൊ നമുക്ക് വാച്ചിന്റെ 1%ആണിത്. നമുക്ക് വേണ്ടത് 115. അപ്പൊ 1%നെ 115 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 115% കിട്ടും. ഇതാണ് വിറ്റ വില. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈ സീറോയും വെട്ടും. 15 5 കൊണ്ട് വെട്ടിയാൽ 3, 60 5 കൊണ്ട് വെട്ടിയാൽ 12, 12/3 4. അപ്പൊ 4 × 115, 4 × 115, 460. അപ്പൊ 15% ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ അത് എത്ര രൂപക്കായിരിക്കും വിറ്റുക? 460 രൂപക്കാണ് വിറ്റിരിക്കുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രഘുവിന്റെയും അബുവിന്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അവരുടെ പ്രായങ്ങളുടെ തുക 40 ആണ്. 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രഘുവിന്റെയും അബുവിന്റെയും പ്രായങ്ങളുടെ അംശബന്ധം 3:5 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ രഘുവിന്റെ പ്രായം 3x ആണെങ്കിൽ അബുവിന്റെ പ്രായം 5x ആണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞു അവരുടെ പ്രായങ്ങളുടെ തുക 40 ആണ്. ദാറ്റ് മീൻസ് 3x + 5x എത്ര? 8x. അതാണ് പ്രായങ്ങളുടെ തുക. ഇത് എത്രയാണ്? 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് x = 40/8 എത്ര? 5 എന്ന് കിട്ടി. എക്സിന്റെ വില 5 കിട്ടി. ഓക്കെ, 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? 10 വർഷത്തിന് ശേഷം രഘുവിന്റെ പ്രായം എത്രയായിരിക്കും? രഘുവിന്റെ പ്രായം 3x ആണ്. 10 വർഷത്തിന് ശേഷം രഘുവിന്റെ പ്രായം എന്ന് പറയുന്നത് 3x + 10 ആയിരിക്കും. x 5 ആണ്. അപ്പൊ 3 × 5 + 10 എത്ര വരും? 15 + 10 25. രഘുവിന്റെ പ്രായം 10 വർഷത്തിന് ശേഷം 25 ആയിരിക്കും. അബുവിന്റെ പ്രായം 5x ആണ്. 10 വർഷത്തിന് ശേഷം 5x + 10 ആയിരിക്കും. ദാറ്റ് മീൻസ് 5 × x 5 + 10 25 + 10 35. അപ്പൊ അബുവിന്റെ പ്രായം 10 വർഷത്തിന് ശേഷം 35, രഘുവിന്റെ പ്രായം 10 വർഷത്തിന് ശേഷം 25. അപ്പൊ അവരുടെ റിലേഷൻ നോക്കുകയാണെങ്കിൽ R/A, രഘുവിന്റെ പ്രായം / അബുവിന്റെ പ്രായം നോക്കുമ്പോൾ 25/35. 25-ൽ 5 വെട്ടിയാൽ 5, 35-ൽ 5 വെട്ടിയാൽ 7. ദാറ്റ് ഈസ് 5/7. അപ്പോ 10 വർഷത്തിന് ശേഷം രഘുവിന്റെയും അബുവിന്റെയും പ്രായങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5:7. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഒരു ട്രെയിനിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 72 km/h എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, പാലത്തിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ബ്രിഡ്ജ് എത്രയാണ്? 300 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഈ പാലം കടന്നു പോകാനുള്ള സമയം ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് LT, ട്രെയിനിന്റെ ലെങ്ത് ഇവിടെ തന്നിട്ടില്ല. ആക്ച്വലി ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പാലം കടന്നു പോകാനുള്ള സമയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് / വെലോസിറ്റി ഓഫ് ട്രെയിൻ ആണ്. വെലോസിറ്റി ഓഫ് ട്രെയിൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് തന്നിട്ടുണ്ട് 300 മീറ്റർ, വെലോസിറ്റി ഓഫ് ട്രെയിൻ തന്നിട്ടുണ്ട് 72 km/h. പക്ഷെ ലെങ്ത് ഓഫ് ട്രെയിൻ ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് മാത്രം കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മുകളിൽ 300 മീറ്റർ വരും, താഴെ 72 km/h വരും. km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആണ്. അവർ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ 60 × 60 സെക്കൻഡ് വരും. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ 300 × 60 × 60 / 72 × 1000. 0 0 ഈ 0 0 വെട്ടി, ഈ 0 ഈ 0 വെട്ടി. 6-നെ 2 കൊണ്ട് വെട്ടിയാൽ 3, 72-നെ 2 കൊണ്ട് വെട്ടിയാൽ 36. 36-ൽ എത്ര 3 ഉണ്ട്? 12 3 ഉണ്ട്. 12-നെ 30-നെ 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 6 വരും, ഇവിടെ 15 വരും. ദാറ്റ് ഈസ് 15/6 ആണ് വരിക മീറ്റർ സെക്കൻഡ്. 15/6 സെക്കൻഡ്. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 40 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ്. 15/6 ഒരിക്കലും അതിൽ വരുന്നില്ല.
അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല. അടുത്ത ചോദ്യം, പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക. എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? പ്രകാശനും രമേശനും പാടെ ഒരു ജോലി 12 ദിവസം കൊണ്ടാണ് തീർക്കുക. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രകാശനും രമേശനും 12 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുക. അപ്പോ പ്രകാശനും രമേശനും ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിന്റെ 12ൽ 1 അതുപോലെ തന്നെ പ്രകാശൻ 30 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രകാശൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ടോട്ടൽ വർക്കിന്റെ 30ൽ 1 അപ്പൊ നമ്മൾ പ്രകാശൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് രമേശൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും. ദാറ്റ് ഈസ് W/30 പ്ലസ് രമേശൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി ഈക്വൽ ടു W/12. സോ രമേശൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് W/12 മൈനസ് ഇതിനെ കൊണ്ട് കൊടുത്താൽ മതി W/30. ദാറ്റ് ഈസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 × W 30W മൈനസ് 12W 18W മുകളിൽ വരും, താഴെ 12 × 30 വരും. 18നെ 2 കൊണ്ട് വെട്ടിയാൽ 9, 12നെ 2 കൊണ്ട് വെട്ടിയാൽ 6, 9നെ 3 കൊണ്ട് വെട്ടിയാൽ 3, 6നെ 2 കൊണ്ട് വെട്ടിയാൽ 6നെ 3 കൊണ്ട് വെട്ടിയാൽ 2, 3നെ 30 കൊണ്ട് വെട്ടിയാൽ 10. ദാറ്റ് ഈസ് W/2 × 10 20 വരും. അപ്പോൾ രമേശൻ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 20ൽ 1. അപ്പൊ രമേശൻ എത്ര ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുക? 20 ദിവസം കൊണ്ട്. രമേശൻ 20 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുന്നത്. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം ആണ്. അധ്യാപികയെയും കൂടി പരിഗണിച്ചാൽ ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു. എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര? ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. 20 കുട്ടികളുടെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 35 കിലോഗ്രാം ആണ്. അധ്യാപികയെയും കൂട്ടിയാൽ എത്ര പേരുണ്ടാവും? 20 സ്റ്റുഡൻസ് ഉണ്ട്. അധ്യാപിക കൂടിയാൽ ടോട്ടൽ 21 പേരുണ്ടാവും. ഈ 21 ആളുകളുടെ ശരാശരി എത്രയാണ് പറഞ്ഞത്? 37 കിലോഗ്രാം എന്നാണ് പറഞ്ഞത്. അതായത് 2 കിലോഗ്രാം എക്സ്ട്രാ വന്നു. അങ്ങനെയാണെങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. അധ്യാപികയുടെ തൂക്കം എക്സ് ആണെങ്കിൽ നമുക്ക് ഈ 21 ആളുകളുടെ ശരാശരിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ആവറേജ് ഈക്വൽ ടു സം ഓഫ് വെയിറ്റ്, 21 ആളുകളുടെ വെയിറ്റും ഡിവൈഡ് ബൈ 21. ഇതാണ് ആവറേജിന്റെ ഇക്വേഷൻ. സം ഓഫ് 21 ആളുകളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് പ്ലസ് അധ്യാപികയുടെ വെയിറ്റ്. അതാണല്ലോ 21 ആളുകളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ 20 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 × 35 അപ്പൊ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 20 × 35 ഇപ്പൊ 20 സ്റ്റുഡൻസിന്റെ വെയിറ്റ് കിട്ടി, പ്ലസ് അധ്യാപികയുടെ വെയിറ്റ് എക്സ് ഡിവൈഡ് ബൈ 21. ഇത് എത്രയും തന്നിട്ടുണ്ട്? 37 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റൻ എക്സ് കണ്ടാൽ മതി. ഇപ്പൊ 21നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 20 × 35 പ്ലസ് എക്സ് ഈക്വൽ ടു 37 × 21. 37 × 21 ചെയ്യുമ്പോൾ നമുക്ക് 777 ആണ് കിട്ടുക. എത്ര? 777. 20 × 35 എന്ന് പറയുമ്പോൾ 700 ആണ്. അപ്പൊ 700 അങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് കിട്ടും. എക്സ് ഈക്വൽ ടു 777 മൈനസ് 700. 777 700 പോയാൽ ബാക്കി എത്ര? 77. അപ്പൊ അധ്യാപികയുടെ വയസ്സ് എന്ന് പറയുന്നത് 77. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 8.5 സെന്റിമീറ്റർ നീളം, 7.5 സെന്റിമീറ്റർ വീതി, 6 സെന്റിമീറ്റർ കനവുമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ വ്യാപ്തമില്ല. നമുക്കൊരു സമചതുര ഒരു മരക്കഷ്ണമുണ്ട്. നമുക്കൊരു മരക്കഷ്ണമുണ്ട്. ഓക്കെ, ഈ മരക്കഷ്ണത്തിന്റെ നീളം തന്നിട്ടുണ്ട്. നീളം എത്രയാണ്? 8.5 സെന്റിമീറ്റർ. അതുപോലെ തന്നെ വീതി തന്നിട്ടുണ്ട്. വീതി എത്രയാണ്? 7.5 സെന്റിമീറ്റർ. അതുപോലെ തന്നെ കനം തിക്നെസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെന്റിമീറ്റർ.
അപ്പൊ നമുക്ക് ഈ മരക്കഷ്ണത്തിൽ നിന്ന് ഒരു സമചതുര കട്ട ഉണ്ടാക്കണം. സമചതുര കട്ടയുടെ പ്രത്യേകത എന്താണ്? നീളവും വീതിയും തിക്നെസ്സും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഒരേപോലെ. അതാണ് സമചതുര കട്ടയുടെ പ്രത്യേകത. അപ്പൊ നമ്മള് നോക്കൂ, ഇവിടെ തിക്നെസ് എത്രയാണ്? 6 അപ്പൊ ഇതിന്റെ തിക്നെസ് എന്തായിരിക്കും? പിന്നെ നമ്മൾ 6 എടുക്കുകയാണെങ്കിൽ വീതി 7.5. പക്ഷെ ഇവിടെ തിക്നെസ് നമുക്ക് 6 മാക്സിമം കിട്ടുള്ളൂ. അപ്പോ ഇതിന്റെ 7.5 ഉള്ളത് ചെത്തിയിട്ട് ഇത് 6 ആക്കണം. അതേപോലെ തന്നെ ലെങ്ത് 8.5 ഉള്ളത് ചെത്തിയിട്ട് 6 ആക്കണം. ഓക്കെ, അപ്പോ ഈ മരക്കഷ്ണത്തിന്റെ ഏറ്റവും ചെറിയ ഡയമെൻഷനായ 6 ആയിരിക്കും ഈ സമചതുര കട്ടയുടെ 3 സൈഡും. ദാറ്റ് ഈസ് 6, 6, 6. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്. ഇതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമചതുര കട്ടയുടെ ലെങ്ത് എ ആണെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ എല്ലാം സെയിം ആയിരിക്കും. സോ വോളിയം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, സോറി എ ക്യൂബ് ആണ് അല്ലെ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 6 ആണ്, ഒരു വശം എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് മീൻസ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 ക്യൂബ്. 6 ക്യൂബ് എത്രയാണ്? 6 ക്യൂബ് എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ 36, 36 ഇൻറ്റു 6, 36 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6, 36, 6 ശിഷ്ടം 3, 3, 18, 18, 3, 21, 216 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ഈ സമചതുര കട്ടയുടെ വോളിയം, വ്യാപ്തം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 3, 5, 6, 7, 9, 9 ഡാഷ്. അടുത്ത സംഖ്യ ഏതായിരിക്കും? 3, 5, 6, 7, 9, 9 ഡാഷ്. അപ്പൊ നമ്മൾ ഈ സീരീസിന്റെ പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്ന് ഇടപെട്ടുള്ള സംഖ്യകളുടെ റിലേഷൻ നോക്കിയാൽ നമുക്കറിയാം കറക്റ്റ് ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ട്. 3 കഴിഞ്ഞാല് ഒരു സംഖ്യ കഴിഞ്ഞിട്ടുള്ള സംഖ്യ 6 ആണ്. 3, 6, 9. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക? 12 ആയിരിക്കും വരിക. ഓക്കെ, കാരണം 3 കഴിഞ്ഞാൽ പ്ലസ് 3 കൂട്ടിയാൽ 6, 6 കഴിഞ്ഞാൽ 3 കൂട്ടിയാൽ 9, 9 കഴിഞ്ഞാൽ 3 കൂട്ടിയാൽ 12. 5 കഴിഞ്ഞാൽ ഇവിടെ 7 ആണ്, 2 കൂട്ടി. 7 കഴിഞ്ഞാൽ ഇവിടെ 9 ആണ്, 2 കൂട്ടി. ഓക്കെ, അപ്പൊ ഇതൊരു അൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇതിന് അൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ മിസ്സിംഗ് എലമെന്റ് എന്ന് പറയുന്നത് 12 ആണ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഇപ്പോൾ? ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം തെക്കോട്ട് നടക്കുമ്പോൾ താഴേക്ക് 4 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്തോട്ട്, ഇങ്ങോട്ട് നടക്കുമ്പോൾ വലത്തോട്ട് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് 6 കിലോമീറ്റർ നടന്നു. ഇങ്ങോട്ട് 6 കിലോമീറ്റർ നടന്നു. തുടർന്ന് ഇടത്തോട്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഇപ്പോൾ? അതായത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡയറക്ഷനെ ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഒരു മട്ടത്രികോണായി അല്ലെ. ഈ മട്ടത്രികോണത്തിന്റെ കർണമാണ് ഇത്. ഈ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ടി ആണ് കാണുന്നത്. ഇത് പാദം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ പാദം 6 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 6 ആയതുകൊണ്ട് ഇത് 6 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ് 4. അപ്പൊ ഈ മട്ടത്രികോണത്തിന്റെ 3 സൈഡുകൾ നമുക്കറിയാം, മനസ്സിലായി. നമുക്ക് ഡി ആണ് കാണേണ്ടത്. കർണം, പാദം 6 ആണ്, ലംബം 4 + 4 8. ദാറ്റ് ഈസ് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 8 സ്ക്വയർ. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ഈക്വൽ ടു 36 + 64. ഡി സ്ക്വയർ ഈക്വൽ ടു 36 + 64 100. സോ ഡി എന്ന് പറഞ്ഞാൽ √100. √100 എത്രയാണ്? 10. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ. അപ്പൊ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 4 * 3 = 68. 1 * 3 62. 3 * 3 62 66. എങ്കിൽ 4 * 2 എത്ര? 4 * 3 68.
1*3 62. 3*3 66. നമുക്ക് കാണേണ്ടത് 4*2 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ ഇവിടെ ഈ റിലേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ. ഇപ്പൊ ഇവിടെ 4*3, ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 6 ആണ്, ഇവിടെ 8 ആണ്. നമുക്കറിയാം ഈ 6 എന്ന് പറയുന്നത് ഈ 3ന്റെ ഇരട്ടിയല്ലേ, ഈ 8 എന്ന് പറയുന്നത് ഈ 4ന്റെ ഇരട്ടിയാണ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റും, ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഇരട്ടി ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ്, ഇവിടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി 2, ഇവിടുത്തെ രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഇരട്ടി 6, ഇവിടെ അങ്ങനെ തന്നെ 3 3 6 6 10. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഇരട്ടി, 2ന്റെ ഇരട്ടി 4, രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി 8. അപ്പൊ 4*2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 48 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക ഭാഷയിൽ വുമൺ എന്നതിന്റെ കോഡ് YPOFP എന്നാണ് എങ്കിൽ പെൻസിൽ എന്നതിന്റെ കോഡ് എന്തായിരിക്കും? വുമൺ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? YPOFP. അങ്ങനെയാണെങ്കിൽ പെൻസിൽ എങ്ങനെ കോഡ് ചെയ്യും? പെൻസിൽ. അപ്പൊ നമ്മൾ ഈ വുമൺ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ ആയിരിക്കും പെൻസിലിനെയും കോഡ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് എല്ലാം എഴുതി വെക്കുന്നത് നല്ലതാണ്. ABCDEFGHIJKLMNOPQRSTUVWXYZ. അപ്പൊ ഇവിടെ ഡബ്ല്യുവിനെ വൈയിലേക്കാണ് കോഡ് ചെയ്യുന്നത്. ഡബ്ല്യു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ ആണ് വൈ. ഓക്കെ. പിന്നെ ഓനെ പിയിലേക്കാണ് കോഡ് ചെയ്യുന്നത്. ഓ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ ആണ് പി. ഓക്കെ. അപ്പൊ ഒരു ലെറ്റർ മുന്നിലോട്ട്. എമ്മിനെ ഓയിലേക്ക്, എം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ ആണ് ഓ, 2 ലെറ്റർ മുന്നിലേക്ക്. ഇനെ എഫിലേക്ക്, ഇ കഴിഞ്ഞ തൊട്ടടുത്ത ലെറ്റർ ആണ് എഫ്, ഒരു ലെറ്റർ മുന്നിലോട്ട്. എന്നിനെ പിയിലേക്ക്, എൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ ആണ് ഏത്? പി അല്ലെ. ഇപ്പൊ നോക്കി കോഡിങ് 2 ലെറ്റർ മുന്നിലേക്ക്, 1 ലെറ്റർ മുന്നിലേക്ക്, 2 ലെറ്റർ മുന്നിലേക്ക്, 1 ലെറ്റർ മുന്നിലേക്ക്, 2 ലെറ്റർ മുന്നിലേക്ക്. ആൾട്ടർനേറ്റീവ് ആയിട്ട് 2 1 2 1 2 1. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക. പി കഴിഞ്ഞിട്ട് 2 ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ ആയിരിക്കും പിനെ കോഡ് ചെയ്യാം. പി ഇവിടെ ഉണ്ട്. പി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ ആണ് ഇത് 6. അടുത്തത് ഇ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ആയിരിക്കും. ഇ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ എഫ്. ഇനി എൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ ആയിരിക്കും ഇവിടെ വരിക. എൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ ഏതാണ്? പി. അടുത്തത് സി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ആയിരിക്കും വരിക, ഡി. ഐ കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ, കെ. എല് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ, എം. നമ്മളെ കോഡ് എന്ന് പറയുന്നത് RFPDKM. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? ക്ലോക്കിലെ സമയം 12:30. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 30H മൈനസ് 11/2 M. ഇവിടെ H എന്ന് പറയുന്നത് അവർ ഹാൻഡ് 12, M എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ് 30. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 30 × H 12 മൈനസ് 11/2 × 30. ഈ 2ഉം 30ഉം വെട്ടിയാൽ ഇവിടെ 15 വരും. 30 × 12 360 മൈനസ് 11 × 15 165. 360 എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിന്റെ കേസിൽ നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് 360 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രി നമ്മൾ 0 ഡിഗ്രിക്ക് തുല്യമായിട്ട് എടുക്കാം. കാരണം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആയാലും തുടങ്ങി അവിടെ തന്നെ വന്നല്ലോ അല്ലെ. അപ്പൊ ഈ 360 ഡിഗ്രിനെ നമ്മൾ
എലിമിനേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ആംഗിൾ എത്ര വരും? 165 വരും. ഓക്കെ, 165 ഡിഗ്രി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കും എതിർ ചുമരിലെ കണ്ണാടിയിൽ കാണുന്ന അതിന്റെ പ്രതിബിംബവും ഒരേ സമയം ഒരു ദിവസത്തിൽ എത്ര തവണ കാണിക്കും? അപ്പൊ നമുക്കറിയാം ക്ലോക്കില് സമയം ഇവിടെ 12, ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 6 ഇങ്ങനെ ആയിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഡിജിറ്റുകൾ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കണ്ണാടി വെച്ചാല് കണ്ണാടിയിലും ഇതിലും കാണുന്ന ഒരേ സമയം ഏതൊക്കെയാണ്? ഒന്ന് 12 മണിയാണ്. 12 മണിയാകുമ്പോൾ രണ്ടും സൂചികൾ ഒരുമിച്ച് മുകളിലേക്ക് നിൽക്കണം. ഈ സമയത്ത് കണ്ണാടി വെക്കുമ്പോഴും ക്ലോക്കിലെ സമയം സെയിം ആയിരിക്കും. രണ്ടാമത്തെ സമയം 12, 3, 9, 6. പിന്നെ എപ്പോഴാണ് വരിക? ഒന്ന് 12 മണിക്ക് അല്ലെ, 12 മണിക്ക് വരും. പിന്നെ 6 മണിക്ക്. 6 മണി എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് അവർ ഹാൻഡ് ഉണ്ടാവും, ഇങ്ങോട്ട് മിനിറ്റ് ഹാൻഡ് ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ കണ്ണാടി വെച്ചാലും ഇതുപോലെ തന്നെ കാണിക്കാം, 6 മണി. ഓക്കെ, വേറെ നമുക്ക് ഒരു സമയത്തും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയില്ല. ഓക്കെ, ഒരേ സമയം കണ്ണാടിയിലും ക്ലോക്കിലും. അപ്പൊ 12 മണിക്കും 6 മണിക്കുമാണ് ഒരേ സമയം കണ്ണാടിയിലും ക്ലോക്കിലും കാണിക്കാം. നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതായത് നമ്മളെ ക്ലോക്കിൽ 12 അവർ പ്ലസ് 12 അവർ 2 തവണയാണ് മണിക്കൂർ ഹാൻഡ് അവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഒരു തവണത്തെ റൊട്ടേഷനിൽ നമുക്ക് 2 12 മണികൾ വരും. ഒരു 12 മണി പിന്നെ ഒരു 6 മണി വരും. അടുത്ത റൊട്ടേഷനിലും 12 മണി 6 മണി വരും. അതായത് ഒരു റൊട്ടേഷനിൽ 2, അടുത്ത റൊട്ടേഷനിൽ 2 തവണ, ടോട്ടൽ 4 തവണ ഒരേ സമയം ഒരു ദിവസം കാണും. അപ്പൊ നമ്മളെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വർഷമാണ്. എന്നാൽ എയുടെ പ്രായം എത്ര? എന്താ പറഞ്ഞത്? എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അതായത് എയുടെ പ്രായം എന്ന് പറയുന്നത് 3 ഇൻറ്റു ബിയുടെ പ്രായമാണ്. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വർഷം. അതായത് എയുടെ പ്രായത്തിൽ നിന്ന് ബിയുടെ പ്രായം മൈനസ് ചെയ്താല് 4 ആണ് കിട്ടുക, 4 വർഷമാണ് കിട്ടുക. എന്നാൽ എയുടെ പ്രായം എത്ര? എയുടെ പ്രായമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എയുടെ പ്രായം നമുക്ക് ഈ ഇക്വേഷനിൽ കാണാം. ഇവിടെ ഈ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ഇതിന്ന് ബിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടും നോക്കാം. രണ്ടും പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ബിക്ക് ബി ഈക്വൽ ടു a/3 എന്ന് എഴുതും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. a മൈനസ് ബിയുടെ സ്ഥാനത്ത് a/3 ഈക്വൽ ടു 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into a 3a minus a 2a by 3 equal to 4. So a എന്ന് പറഞ്ഞാല് 4 into 3 by 2. ഈ 2ഉം 4ഉം വെട്ടിയാൽ ഇവിടെ 2 വരും. 2 into 3 6. എയുടെ പ്രായം 6 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് ഒരു സ്ത്രീ പറഞ്ഞു. അടുത്ത ചോദ്യം, ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എന്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? അപ്പൊ ഒരു പുരുഷൻ, ഇവിടെ ഒരു പുരുഷനുണ്ട്. ഈ പുരുഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സ്ത്രീ പറയാണ്, ഇയാളുടെ അമ്മ, അതായത് ഈ പുരുഷന്റെ അമ്മ മുകളിലാണ് വരിക. ഈ പുരുഷന്റെ അമ്മ എന്റെ അമ്മയുടെ, അതായത് ഈ സ്ത്രീയുടെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. അപ്പൊ ഈ സ്ത്രീയുടെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാല് അമ്മയുടെ ഒരേ ഒരു മകളാണ്. എന്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് സ്ത്രീയാണ്, ഇതാണ് പുരുഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ത്രീ ഈ പുരുഷന്റെ ആരാണ്? അമ്മയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രാജുവിന്റെ ജന്മദിനം ഓഗസ്റ്റ് 11 ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയായാൽ ആ വർഷം ബാബുവിന്റെ ജന്മദിനം ഏതു ദിവസമായിരിക്കും? അപ്പൊ രാജുവിന്റെ ജന്മദിനം എന്ന് പറഞ്ഞാല് ഓഗസ്റ്റ് 11. ബാബു
രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ് എന്ന് വെച്ചാല് ഓഗസ്റ്റ് 11 കഴിഞ്ഞിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാണ് രാജുവിനെ പ്രസവിച്ചിട്ടുള്ളത്, രാജു ജനിച്ചിട്ടുള്ളത്. അപ്പോ ബാബുവിന്റെ ജന്മദിനം എന്ന് പറഞ്ഞാല് ഓഗസ്റ്റ് 11ന്റെ കൂടെ 11 കൂടി കൂട്ടിയാല് ഓഗസ്റ്റ് 22 ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയായാൽ, സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 തിങ്കളാണ്. അങ്ങനെയാണെങ്കിൽ ആ വർഷം ബാബുവിന്റെ ജന്മദിനം ആണ് നമുക്ക് വേണ്ടത്. ബാബുവിന്റെ ജന്മദിനം ഓഗസ്റ്റ് 22 അപ്പൊ നമുക്ക് ഓഗസ്റ്റ് 22 ഏതാണ് ദിവസം എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓഗസ്റ്റ് 15 തിങ്കളാണ്, ഓഗസ്റ്റ് 22 ഏത് ദിവസമായിരിക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ ഓഗസ്റ്റ് 22ലേക്ക് ടോട്ടൽ എത്ര ദിവസം ഉണ്ട്? 7 ദിവസം ഉണ്ട് അല്ലെ? 7 ദിവസങ്ങളുള്ളത്. നമുക്കറിയാം ഒരാഴ്ചയിൽ ആകെ 7 ദിവസം ഉള്ളത്. 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ തിങ്കൾ കഴിഞ്ഞാല് 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിങ്കളാണ് വരിക അല്ലെ? അപ്പൊ ഇവിടെ ഏതാണ് ദിവസം വരിക? തിങ്കൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഈക്വൽ ടു പ്ലസ്, ബി ഈക്വൽ ടു മൈനസ്, സി ഈക്വൽ ടു ഇൻറ്റു, ഡി ഈക്വൽ ടു ഹരിക്കണം എങ്കിൽ 5C 7B 5A 6B 3 എത്ര? നമുക്ക് കണ്ട എന്താണ്? 5C 7B 5A 6B 3 ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഈ അക്ഷരങ്ങൾ മാറ്റിയിട്ട്, ഈ ലെറ്റേഴ്സ് മാറ്റിയിട്ട് പകരം ചിഹ്നങ്ങൾ കൊടുക്കണം. നമുക്ക് തന്നിട്ടുള്ള ചിഹ്നങ്ങൾ ഇവിടെ 5 ഉണ്ട്. ഞാൻ നമ്പേഴ്സ് ആദ്യം എടുത്ത ഇതാണ് 5 7 5 6 3. ഇനി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റു ആണ്, ബി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, എ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഹരണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് കാണേണ്ടത്. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. ബോർഡ് മാസ് റൂൾ എന്താണ്? ബോർഡ് മാസ് റൂൾ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 6 ഹരിക്കണം 3 2 വരും ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു 7, 5 ഇൻറ്റു 7 എത്രയാണ്? 35 ആണ്. പിന്നെ ഇവിടെ -5 ഉണ്ട്, ഇവിടെ +2 അല്ലെ? അപ്പൊ നമുക്ക് ഇതാണ് കാണേണ്ടത്. 35ഉം 2ഉം 37, 37ന്ന് 5 പോയാല് 32. നമ്മൾ ഫൈനൽ ആൻസർ 32. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.